ഹായ് ഗൈസ്, വെൽക്കം ടു മൈ ബ്ലോഗ്. ഇതാണ് സെൻറ്റ് റീജൻസിൻ്റെ ബാക്കിലെ നൊവിക്യൂ ഹോട്ടലിലേക്കുള്ള പാത്ത് വേ. അപ്പോൾ ഇതിലൂടെ ഞാൻ നൊവിക്യൂ ഹോട്ടലും തപ്പി ഇറങ്ങിയാണ്. കാരണം മറ്റന്നാൾ ഞങ്ങളൊരു ഓഫീസിൻ്റെ ഗെറ്റ് ടുഗെദർ ഉണ്ട്. അപ്പോൾ അതിൻ്റെ പേയ്മെൻറ്റ് ചെയ്യണം. സോ ഇതൊരു നല്ലൊരു സ്വിമ്മിംഗ് പൂളുണ്ട്. അപ്പോൾ ഇതിൻ്റെ അപ്പുറം തന്നെ വേറെ സ്വിമ്മിംഗ് പൂളുണ്ട്, ബിഗ് സ്വിമ്മിംഗ് പൂളുണ്ടായിരുന്നു. ഇതാണ് നൊവിക്യൂ. ഞങ്ങളെ ഗെറ്റ് ടുഗെദർ ഇവിടെയാണ് ഉണ്ടാവുക. അപ്പോൾ ഇവിടെ കയറി പേയ്മെൻറ്റിൻ്റെ കൊടുക്കാൻ പോവാണ്. ഇതാണ് ഹോട്ടലിൻ്റെ ഉള്ളിൽ. പിന്നെ നല്ല മരങ്ങളും ബിൽഡിങ്ങൊക്കെ ആയിരുന്നു. പിന്നെ ഞാനത് പേയ്മെൻറ്റ് കഴിഞ്ഞ് ഇറങ്ങി വണ്ടിയിലോട്ട് കയറി. അങ്ങനെ ഞാൻ റിവേഴ്സ് എടുക്കുകയാണ് ഗൈസ്. അപ്പം വണ്ടി സ്റ്റാർട്ട് ചെയ്യുകയാണ്. അങ്ങനെ വണ്ടി സ്റ്റാർട്ട് ചെയ്തു. റിവേഴ്സ് ഗിയറിലിട്ടു. ടച്ചല്ല, അങ്ങനെ റിവേഴ്സ് ഗിയർ ഇട്ട് റിവേഴ്സിലോട്ട് വലിച്ചു വണ്ടി. സ്റ്റാറിങ്ങൊക്കെ ഇങ്ങനെ സ്മൂത്തായി പോകുന്നുണ്ട്. പുതിയ വണ്ടിയാണ്. അങ്ങനെ സെൻറ്റ് റീജൻസിൻ്റെ സൈഡിലൂടെയുള്ള ഒരു ബാക്ക് റോഡിലൂടെയാണ് പോകുന്നത്. നല്ല സസ്പെൻഷനുള്ള കാറ്. അത് കഴിഞ്ഞ് മുന്നോട്ട് വരുമ്പോൾ നല്ല 2 മുട്ടനാട്. ഇവിടുത്തെ ദേശീയ മൃഗമാണോ അറിയില്ല. നല്ല 2 മുട്ടനാടുണ്ട്. അപ്പോൾ അതിനെയൊക്കെ കണ്ട് ആസ്വദിച്ച് വണ്ടിയിൽ നിന്ന് ഇങ്ങനെ പോകുന്ന സീനാണ്. ഇതാണ് സെൻറ്റ് റീജൻസ് ഹോട്ടൽ. ഗൈസ്, നാട്ടിൽ നിന്ന് വന്നപ്പോൾ പനി പിടിച്ചു. പിന്നെ അതിനുശേഷം പുതിയ ചടയനെയും പൊടയനെയൊക്കെ നോക്കി നല്ല അടിപൊളി കണ്ടൻറ്റ് ചെയ്യണം, അല്ലെങ്കിൽ പുതിയ പരിപാടീസ് ചെയ്യണമെന്നുണ്ട്. പ്ലാനിങ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ചടയനും ഇവിടെയാണ്, പൊടയന ഇവിടെ കൂട്ടാണോ എന്നുള്ള ചിന്തയിലും ഉണ്ട്. നോക്കട്ടെ. അപ്പോൾ കുറച്ച് നല്ല വീഡിയോസ് എല്ലാം വരും. ചറവറ വേണ്ടാത്ത വീഡിയോസ് ഒന്നും ഇടണ്ടെന്ന് വിചാരിച്ചുകൊണ്ടാണ് അങ്ങനെ വീഡിയോസ് ഇടാത്തത്. ഇതാണ് പുതിയ ഒരു ലൈറ്റാണിത്. രാത്രി കത്തുന്നതാണ്, നല്ല രസമുണ്ടാവും. ഇതിൻ്റെ പേരെന്തേനും ഇവിടെ പണ്ട് റെയിൻബോ റൗണ്ട് പോട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സംഭവം ഈ എൻട്രിയാണ് ഇറങ്ങുന്നത്. വെസ്റ്റ് ബേ സിറ്റി സെൻറ്ററിൻ്റെ ഏരിയ, ബിസിനസ് ഏരിയ ആയിരുന്നു മുൻപ്. ഇപ്പം പുതിയ പ്ലേസൊക്കെ വന്നു. അപ്പോൾ എൻ്റെ ഓഫീസ് 15-16 വർഷമായിട്ട് ഇവിടെ തന്നെയായിരുന്നു. അപ്പോൾ ഞങ്ങൾ മാറുകയാണ്. വെസ്റ്റ് ബേയിലേക്കുള്ള ഒരു റോഡാണിത്. ഓവർ ബ്രിഡ്ജ് പുതുതായിട്ട് വന്നതാണ്. പുതുതായിട്ടൊന്നുമില്ല, ഒരു 10 കൊല്ലമായിട്ടുണ്ടാവും.